അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സ്വാലിഹീൻ 52-ാമത്തെ ഹദീസാണ്. കഴിഞ്ഞ ഹദീസിൻ്റെ ബാക്കിയാണെന്ന് പറയാം. വഅൻ അബി യഹ്യ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റജുലൻ മിനൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ട ഒരാൾ, അതായത് ഒരു സ്വഹാബി, മദീനക്കാരനായ ഒരു സ്വഹാബി, ഖാല, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അലാ തസ്തഅമിലുനി, അലാ തസ്തഅമിലുനി, എനിക്കെന്തെങ്കിലും ഒരു അധികാരം നൽകുന്നില്ലയോ? എന്നെ തങ്ങൾക്ക് ചില അധികാരം നൽകി ഉപയോഗപ്പെടുത്തിക്കൂടെയോ? അതായത് നമ്മുടെ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ, എന്നെ ഒരു നാട്ടിൻ്റെ ഗവർണറായിട്ടോ, അതല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ടോ, അതല്ലെങ്കിൽ എന്നെ മിനിമം ഒരു പഞ്ചായത്ത് ഭരണാധികാരിയായി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ ആക്കി എന്നെ തിരഞ്ഞെടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അലാ തസ്തഅമിലുനി, എന്നെ ലീഡറാക്കി എനിക്ക് ചില ചുമതലകൾ തന്നുകൂടെ? കമസ്തഅമൽത ഫുലാനൻ ഫുലാനൻ, തങ്ങൾ പലർക്കും ചുമതലകൾ കൊടുത്തിട്ടുണ്ട്, പലരെയും ഓഫീസറാക്കി മാറ്റിയിട്ടുണ്ട്, പലർക്കും അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ എനിക്കും തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതൽഖൗന ബഅദി അഥറതൻ ഫസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്. ചോദിച്ചതിന് മറുപടി കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നക്കും സതൽഖൗന ബഅദി, എൻ്റെ ശേഷം അഥവാ എൻ്റെ മരണശേഷം നിങ്ങൾക്ക് കാണാം, അഥറതൻ. അഥറത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ഒരു മീനിങ് ആണ്. എന്താണ്? സ്വാർത്ഥത, സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്ന, എൻ്റെ ആളുകൾക്ക് ഞാൻ എല്ലാം കൊടുക്കും, അതല്ലെങ്കിൽ എനിക്ക് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെക്കും, മറ്റുള്ളവർക്ക് അന്യായമാകുന്ന രൂപത്തിൽ. അതാണ് അഫറ എന്ന് പറഞ്ഞാൽ. അങ്ങനെ സ്വജനപക്ഷപാതവും അതുപോലെ സ്വാർത്ഥതയുമുള്ള അധികാരികൾ നിങ്ങൾക്ക് എൻ്റെ ശേഷം കണ്ടെത്തേക്കാം. ഫസ്ബിറു, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമിക്കൂ. ഏതുവരെ? ഹത്താ തൽഖൗനി, നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരെ, അലൽ ഹൗളി, ഹൗളിൽ അഥവാ ഹൗലുൽ കൗസർ അഥവാ ഖിയാമത്ത് നാളിൽ. അപ്പം എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ അതേ ഹദീസാണ്, അതല്ലെങ്കിൽ അതിൻ്റെ അതേ സാരം ഉൾക്കൊള്ളുന്നതാണ്. എപ്പോഴും നമുക്ക് പലപ്പോഴും അനീതി ചിലപ്പോൾ നേരിടേണ്ടി വരും. എപ്പോഴും നീതി കൊട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നീതിക്കെതിരെ പൊരുതണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് ക്രമസമാധാനം തകർക്കുന്ന രൂപത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി പഠിക്കണം. പിന്നെ ഇവിടെ ചോദിച്ചത് എന്താണ്? തങ്ങൾ പലർക്കും അധികാരങ്ങൾ കൊടുക്കുന്നു, എനിക്കും അധികാരം വേണം, എനിക്കും അത്രയും പവർ വേണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സ്വഹാബിക്ക് ആ അധികാരം അതല്ലെങ്കിൽ ചോദിച്ചപ്പോൾ പവർ കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി സ്വഹാബികളുടെ സ്വഭാവവും സ്വഹാബികളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര് അധികാരിയാകണം, ആർക്ക് അധികാരം കൊടുക്കണം എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കമ്മിറ്റിയിലോ നമ്മളൊരു സമൂഹത്തിലോ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് വേണം. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രം ആ ചുമതല കൊടുക്കണം.